വിരിയും മുമ്പേ എന്ന കഥയുടെ തുടർഭാഗം. ഗൗതം 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി. ഗൗതം +1 ചേർന്നു. സയൻസാണ് എടുത്ത വിഷയം. പിറ്റേ വർഷം സീതാലക്ഷ്മിയും +1 ആ സ്കൂളിൽ തന്നെ പഠിക്കുവാൻ തുടങ്ങി. അവർ ഒരുമിച്ച് നടക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാൾ ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. സീത ആ സ്കൂളിൽ പഠിക്കുവാൻ വന്ന മുതൽ അവളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി ഗൗതമിൻ്റെ ക്ലാസ്സിലെ മഹേഷ്. മഹേഷ് ആ ക്ലാസ്സിലെ ഏറ്റവും ഉഴപ്പനായ കുട്ടിയായിരുന്നു. പഠിത്തത്തിൽ ഒട്ടും ശ്രദ്ധയില്ലാത്ത സകല ദുസ്വഭാവങ്ങളുമുള്ള മഹേഷ് തരം കിട്ടിയാൽ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നതും ഒരു രസമായി കണ്ടു. സ്ഥലത്തെ പ്രമാണിയുടെ മകനാണ് മഹേഷ്. മകൻ്റെ എല്ലാ തോന്നിയവാസങ്ങൾക്കും കൂടെ നിൽക്കുന്ന ആളാണ് അച്ഛൻ. മഹേഷിൻ്റെ അമ്മയെ അച്ഛൻ തൊഴിച്ചു കൊന്നതാണെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ എല്ലാ ക്രൂരതകളും കണ്ടു വളർന്ന മകൻ അച്ഛനേക്കാൾ കേമനായി മാറി. ഒരു സംഘം കൂടെ കാണും എപ്പോഴും ആജ്ഞാനുവർത്തികളായി മഹേഷിന് കൂട്ടിന്. പലപ്പോഴും ഗൗതവുമായി കയറി വഴക്കുണ്ടാക്കുന്നത് മഹേഷിൻ്റെ ശീലമായി മാറി. ഒരിക്കൽ ഗൗതമിനെ സ്കൂട്ടർ കൊണ്ട് ഇടിക്കുവാൻ നോക്കി മഹേഷ്. അന്ന് അത്ഭുതകരമായാണ് ഗൗതം രക്ഷപ്പെട്ടത്. സീതയോട് മഹേഷ് പലപ്പോഴും അടുക്കുവാൻ ശ്രമിച്ചു. ഒരിക്കൽ സീത കൈ നിവർത്ത് ഒന്ന് കൊടുത്തു കരണത്തിന്. അതോടെ കുറച്ച് ദിവസത്തിന് സ്കൂളിലേക്ക് വന്നില്ല. പിന്നീട് മഹേഷിൻ്റെ ഉള്ളിൽ പ്രതികാരം ആളിക്കത്തി. പക്ഷേ പിന്നീട് അവൻ വളരെ മര്യാദക്കാരനായാണ് സീതയോടും ഗൗതമിനോടും ഇടപെട്ടത്. അവർ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ മഹേഷിൻ്റെ അഭിനയം അത്ര വലുതായിരുന്നു. പിന്നീട് മഹേഷിനെ അവർ വിശ്വസിച്ചു. മഹേഷ് പതിയെ അവരുടെ ഉറ്റ സുഹൃത്തായി മാറി. ഗൗതമിൻ്റെയും സീതയുടെയും വീട്ടുകാരോടും അവൻ വളരെ നല്ല അടുപ്പം ഉണ്ടാക്കിയെടുത്തു. ഗൗതമിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടറാവുക, അതും കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടറാകുക എന്നത്. അതിനാണ് അവൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതും. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.